ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു മെസ്സേജ് തരാനുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടായിരിക്കാം അവർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യൂവേഴ്സിന് ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാലിഡ് ആയിട്ട് വരും. ഇന്ന് മോർണിംഗ് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കാർഡ്സിലൂടെ നോക്കുന്നത്. അവർ നേരിട്ടായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റും അവർക്ക്. അവർ ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കും അയക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവർ മൈൻഡിലൂടെ പോകുന്ന ഒരു കാർഡ്സ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ അവർ ചിന്തിക്കുകയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് നാളുകളായിട്ട് അവരുടെ മനസ്സിലുണ്ടായ കാര്യം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാർഡ്സ് പറയുന്നു. അത്രയേ ഉള്ളൂ, യൂണിവേഴ്സ് പറയുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ അവർ പറയാണ് ഐ ലെഫ്റ്റ് വെൻ തിങ് ഗോ ഹാർഡ്. എന്താണ്? കാര്യങ്ങൾ കുറച്ച് സങ്കീർണമായപ്പോഴാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നത്. അത് ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. എന്തെങ്കിലും വാക്ക് തർക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട, നീ മാറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവർ പറയാണ് കാര്യങ്ങൾ വഷളായപ്പോഴാണ്, കുറച്ചുകൂടി സങ്കീർണമായിട്ട് എനിക്ക് തോന്നി, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവും അല്ലെങ്കിൽ സങ്കീർണമാവും എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയത് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഞാൻ ഈ നീയുമായിട്ട് മാറി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ ഈ സ്ട്രെസ്, ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് എന്നെ തളർത്തുകയാണ്. ഞാൻ നീയും ഒരുമിച്ചുണ്ടായപ്പോൾ എനിക്ക് ഇത്രത്തോളം അറിയുണ്ടായില്ല ഞാൻ എത്രമാത്രം നിന്നിൽ അഡിക്റ്റ് ആയിരുന്നു എന്ന്. എന്നാൽ ഇപ്പോഴാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നീ മാറി നിൽക്കുന്ന ഈ സിറ്റുവേഷനിലാണ് എത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, നീ ഞാനും തമ്മിൽ ഒരുമിച്ച് ഉണ്ടാവണമെന്ന് ഞാൻ യൂണിവേഴ്സ് തന്നെ ബ്ലെസ്ഡ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് നിന്നിൽ നിന്ന് മാറിപ്പോയത്, ആ സമ്മർദ്ദമാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടാമത്തെ കാർഡ് പറയുന്നു. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻറ്റ് കെയർ. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനും നീയും തമ്മിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നിന്ന് ഞാൻ അകലുമ്പോൾ നിനക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, നിനക്കിത് ഒന്നും തോന്നില്ല, നീ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോവായിരിക്കാം എന്നാണ് ഞാൻ കരുതിയത്. അവർ പറയാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാൻ കരുതിയത് ചിലപ്പോൾ നീ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകും, നീ വലിയ കാര്യം നോക്കില്ല ഈ കാര്യത്തെക്കുറിച്ചിട്ട് എന്നാണ് ഞാൻ കരുതിയത് എന്ന് അവർ പറയുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഞാൻ നിന്നിൽ നിന്ന് പോയത് എൻ്റെ സാമ്പത്തികവും വൈകാരികവുമായ കാര്യം, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. നീ ഞാൻ തമ്മിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായില്ല. പിന്നീട് എനിക്ക് തോന്നി ഞാൻ വേറെ എവിടേക്കല്ല പോകുന്നത്, നിന്നിൽ നിന്ന് ഞാൻ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറിപ്പോയത്. ഫാമിലിയാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തതെന്നാണ് ആ കാർഡിൽ പറയുന്നത്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഗിൽറ്റി ആണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. എന്താ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയ ഈ നാശനഷ്ടം ഉണ്ടല്ലോ, നിന്നിലുണ്ടാക്കിയ മുറിവുകളുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, അത് എനിക്കും ഇപ്പോൾ വേദനയായിട്ട് തോന്നാണ്. ഞാൻ കാരണമാണ് നിന്റെ ലൈഫിൽ എല്ലാം നീ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാം നശിച്ചെന്ന് പറയില്ലേ, നമ്മൾ ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ നമ്മൾ ആ വ്യക്തിയിൽ തന്നെ ഫോക്കസ്ഡ് ആവും അല്ലേ. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഞാനാണ് നിന്റെ കരിയർ അല്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കിയത്, നീ ഇന്ന് ഈ അനുഭവിക്കുന്ന സിറ്റുവേഷൻ പോലും ഞാൻ ആണ് ഉണ്ടാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പെയിൻ, എനിക്ക് തന്നെ വേദന തോന്നുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നു. അവർ അടുത്തൊരു കമ്മിറ്റ്മെന്റ് കാർഡാണ്. അവർ നിങ്ങളിലേക്ക് വരും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത്തിരി സമയമെടുത്താലും നിങ്ങളിലേക്ക് വരും. അവർ പറയാണ് ഐ വാണ്ട് ടു യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. നീ എൻ്റെ ഭാവിയുടെ ഭാഗമാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ പാർട്ടാവണം, എൻ്റെ ഭാവിയിൽ എൻ്റെ ലൈഫ് ലോങ് നീ എൻ്റെ ഒരു ഭാഗമാകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്.
മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയി, അത് ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്ത് കാരണം കൊണ്ടാണെന്നറിയാം. എന്നാൽ അവർ അതിൽ ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കുന്നു എന്ന് കാണിക്കുന്നത്, സ്ട്രെസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അവർ ചിന്തിച്ചിരുന്നു നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഓക്കെ ആയിക്കോളും, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളും, നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. എന്താ മൂവ് ഓൺ ചെയ്ത് പോകും, ചിലരൊക്കെ മൂവ് ഓൺ ചെയ്ത് പൊക്കോളും എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അവർ ചിന്തിക്കുകയാണ്, ഞാൻ ഈ മാറി നിന്നത് എന്താ, എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ കരിയറിനൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിൽ കൊടുത്തത്. അല്ലാണ്ട് ഞാൻ വേറെ ആരും കൂടെ പോയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയപ്പോൾ അത് നിന്നെ തന്നെ ഇല്ലാതാക്കിയെന്ന് എനിക്ക് തോന്നി. അതിൽ ഞാൻ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഫ്യൂച്ചറിൽ ഞാൻ നിന്റെ കൂടെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭാവിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നിലേക്ക് വരുന്നു എന്നാണ് ലാസ്റ്റ് കാർഡ് കാണിക്കുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യമാണ് ഇവിടെ കാർഡ്സിലൂടെ കാണിക്കുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആവുന്നവർ സ്വീകരിച്ചാൽ മതി, അല്ലാത്തവരത് വിട്ടുകളഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെയാണ് ലൈഫ്, നിങ്ങളുടെയാണ് പേഴ്സൺ. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.